ഹലോ ചക്രവർത്തി, എല്ലാവർക്കും സുഖമാണെന്ന് തന്നെ വിചാരിക്കുന്നു. ഇന്ന് ഞാനൊരു നടന്ന സംഭവമാണ് പറയുന്നത്. അത് കേട്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും ചെയ്യാം. മോളെ, നീ ഇതുവരെ റെഡി ആയില്ലേ? റിസപ്ഷൻ തുടങ്ങാൻ സമയമായി, എല്ലാവരും അവിടെ വെയിറ്റ് ചെയ്യാം മോളെ. അമ്മയുടെ ചോദ്യം കേട്ടാണ് ഞാൻ സ്വബോധത്തിലേക്ക് വന്നത്. മൊബൈൽ നോക്കിയപ്പോൾ സമയം വൈകി. അവിടെ റിസപ്ഷൻ തുടങ്ങാൻ ടൈമായി. ഞാൻ വാതിൽ തുറന്നു. മുറിയുടെ ബ്യൂട്ടീഷ്യൻ വന്നു, എന്നെ ഒരുക്കാൻ തുടങ്ങി. എന്താ മോളെ, എത്ര നേരമായി നീ ഈ വാതിലടച്ചു മുറിക്കാത്തിരിക്കുന്നു? ആ, വയറിന് നല്ല സുഖമില്ല. അമ്മ ഉച്ചയ്ക്ക് കഴിച്ച ഫുഡ് എനിക്ക് ഒക്കെ ആയിട്ടില്ല. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. നല്ല ഫുഡായിരുന്നല്ലോ. 2 ദിവസമായില്ലേ നീ നേരെ ചൗവേ ഭക്ഷണം കഴിച്ചിട്ട് അതിന്റെ ആകും. ഈ റിസപ്ഷൻ കൂടി കഴിഞ്ഞ സമാധാനമല്ലകോ. മോളെ സുരക്ഷിതമായ കയ്യിൽ ഏൽപ്പിച്ചപ്പോങ്ങാണ് അമ്മക്ക് ആശ്വാസമായത്. അമ്മ വെറുതെ സെൻഡിയകത്തെ. ഓ ഇല്ല, നീ വേഗം റെഡിയാവാ. അവിടെ ചെറുക്കൻ വീട്ടുകാരുടെ പരിപാടി തുടങ്ങി. നീ റെഡിയായിട്ട് വേണം സ്റ്റേജിൽ കയറാന്. ചെല്ല്. അമ്മ തിരിഞ്ഞു നടക്കാൻ തുടങ്ങിയപ്പോ, മോളെ എന്താ മുഖത്തൊരു ടെൻഷന്? ഒന്നുമില്ല. അമ്മ വെറുതെ തോന്നുന്ന. എന്റെ പേര് അഭിരാമി, വയസ്സ് 26. എന്നെ കണ്ടാൽ സീരിയൽ നടി അശ്വതി നായർ പോലെയാണ്. മഴവിൽ മനോരം ഫ്ലവേഴ്സ്. ഇന്ന് എന്റെ കല്യാണമാണ്. വരൻ UK സെറ്റിലായ പയ്യനാണ്. പേര് അഖിൽ. ഇതൊരു അറേഞ്ച്ഡ് മാരേജ് ആണ്. ഞാനൊരു നേഴ്സാണ്. അമ്മയുടെ കൂട്ടുകാരി വഴി വന്ന വിവാഹാലോചന ആണിത്. ഏതൊരു അമ്മക്കും തൻ്റെ മകളെ സുരക്ഷിതമായ ഒരാളുടെ കയ്യിൽ പിടിച്ച് ഏൽപ്പിക്കുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷമുണ്ട്. അത് ഇന്ന് എൻ്റെ അമ്മയുടെ മുഖത്ത് കാണാനുണ്ട്. പക്ഷെ എൻ്റെ ജീവിതം സുരക്ഷിതമാണോ? അതറിയണമെങ്കിൽ ഞാൻ ആദ്യം എന്നെ പരിചയപ്പെടുത്തണം. എനിക്ക് 12 വയസ്സുള്ളപ്പോൾ മരിച്ചവൻ എൻ്റെ അച്ഛൻ. ആക്സിഡൻ്റ് ആയിരുന്നു. പെട്ടെന്നുള്ള മരണമായിരുന്നു. മരിക്കുന്ന സമയത്ത് അത്യാവശ്യം ലയബിലിറ്റീസ് ഉണ്ടായിരുന്നു. അതെല്ലാം പിന്നീട് അമ്മയുടെ തലയായി. അത് ബന്ധുക്കളിൽ ഞങ്ങൾ അകറ്റി നിർത്തി. ആകെയുള്ള ആശ്രയം അമ്മയുടെ അനിയനായിരുന്നു. അമ്മാവനും 2 പെൺമക്കളായിരുന്നു. അമ്മായി കഴിയും വിധം ഞങ്ങൾ മാറ്റി നിർത്തി. പിന്നീട് അമ്മ കഷ്ടപ്പെട്ടാണ് എന്നെ വളർത്തി പഠിപ്പിച്ചത്. 12 കഴിഞ്ഞ് അടുത്ത് എന്ത് പഠിക്കണമെന്ന ചോദ്യം നിന്നപ്പോഴാണ് അമ്മയുടെ കൂട്ടുകാരി നഴ്സിംഗ് പഠിപ്പിച്ച് പുറത്തു പോയാൽ ഞങ്ങളുടെ എല്ലാ കഷ്ടപ്പാടും മാറും എന്ന് പറഞ്ഞത്. പഠിച്ച വലുതായി അമ്മയെ സമാധാനമാക്കി വീട്ടിലിരുത്തണമെന്ന് പണ്ട് മുതലേ ഞാൻ ആഗ്രഹിച്ചു. പഠിക്കാൻ വലിയ മിടുക്കിയല്ല. ഞാൻ അക്കൗണ്ട് തന്നെ മെറിറ്റിൽ അഡ്മിഷൻ കിട്ടില്ല. അങ്ങനെ അമ്മയുടെ കൂടെ ജോലി ചെയ്യുന്നൊരു സുഹൃത്ത് വഴി എനിക്ക് ബാംഗ്ലൂരിൽ അഡ്മിഷൻ റെഡിയാക്കി തന്നു. എഡ്യൂക്കേഷൻ ലോൺ എടുത്താണ് ഞാൻ ബാംഗ്ലൂർ പഠിക്കാൻ പോയത്. എങ്കിലും പോക്കറ്റ് മണി അത്യാവശ്യം നല്ലപോലെ വേണ്ടി വന്നു. അമ്മയുടെ ചുരുങ്ങിയ വരുമാനവും അച്ഛൻ മരിക്കുമ്പോൾ ഉണ്ടായ കടം തീർക്കാൻ എടുത്ത് ലോൺ അടവും ഒക്കെ കൂടി അമ്മയെക്കൊണ്ട് താങ്ങാൻ പറ്റൂല. ആദ്യത്തെ വർഷം ഞാൻ കൂട്ടുകാരായി വലിയ ചെങ്ങാത്തം കൂടാൻ പോയില്ല. കാരണം അവരൊക്കെ അത്യാവശ്യം ക്യാഷുള്ള വീട്ടിലെ കുട്ടികളാണ്. അവിടെ കൂടെ കൂടിയാൽ എനിക്ക് താങ്ങാൻ പറ്റില്ല. പക്ഷേ പേയെ റൂമിൽ ഒരുമിച്ച് ഉള്ളക്കൊണ്ട് അവരായി മിണ്ടും. എൻ്റെ സിറ്റുവേഷൻ അറിയാവുന്നതുകൊണ്ട് അവരും എന്നെ ഒരു കാര്യത്തിലും വിളിക്കില്ല. സെക്കൻഡ് ഇയറിൽ പഠിക്കുമ്പോഴാണ് ഞാൻ എൻ്റെ സീനിയറായി പഠിക്കുന്ന ചേച്ചിയെ പരിചയപ്പെടുന്നത്. പേര് നീതു. കണ്ടാൽ മാളവിക മേനോൻ സിനിമ നടി പോലെ തോന്നും. ഞങ്ങൾ വളരെ വേഗം കൂട്ടായി. കോളേജ് വന്ന് 1 വർഷം കഴിഞ്ഞ് നല്ലൊരു ഫ്രണ്ടിനെ കിട്ടിയത് ഇപ്പോഴാണ്. പുള്ളിക്കാരി എന്നെ വീക്കെൻഡിൽ ഔട്ടിംഗ് ഒക്കെ കൊണ്ടുപോയി ഫുഡും ഡ്രസ്സും ഒക്കെ വാങ്ങിത്തരും. വേണ്ടാന്ന് പറഞ്ഞാൽ പോലും ആൾ എന്നെ കൊണ്ടുപോയി വാങ്ങിത്തരും. മറ്റു എല്ലാ ഫ്രണ്ട്സും എന്നെ ക്യാഷിൻ്റെ കാര്യത്തിൽ മാറ്റി നിർത്തിയപ്പോൾ പുള്ളിക്കാരി എന്നെ ഒരിക്കലും ആ കാര്യത്തിൽ മാറ്റി നിർത്തിയിട്ടില്ല. പുള്ളിക്കാരിയുടെ ഔട്ട്ലുക്ക് എല്ലാം എക്സ്പെൻസീവാണ്. കണ്ടാൽ ഒരു മോഡലിനെ പോലെ തോന്നും. പണക്കാരിയാണേലും അതിൻ്റെ ഒരു ജാടയും മറ്റുള്ളവരെ പോലെ കാണിക്കാറില്ല. ഒരു ദിവസം ചേച്ചിയെ ഒരു പയ്യനായി ഞാൻ കണ്ടു. പുള്ളിക്കാരിയുടെ ഫ്രണ്ട് ഓർ ലവർ ആകും എന്ന് ഞാൻ വിചാരിച്ചു. പിന്നൊരിക്കൽ ഞാൻ മറ്റൊരാളായും ഞാൻ കണ്ടു. അത് സത്യത്തിൽ ഒരു 30 വയസ്സിന് മുകളിൽ പ്രായം വരുന്ന ഒരാളുടെ കാറിൽ കയറി പോകുന്നതാണ് ഞാൻ കണ്ടത്. അന്നത്തെ ദിവസം ചേച്ചിയെ വിളിച്ച് എനിക്ക് കോൾ കണക്റ്റ് ആയിട്ടില്ല. ആദ്യമൊക്കെ ഞാൻ വിചാരിച്ചത് പണക്കാരാകുമ്പോൾ ഒരുപാട് ഫ്രണ്ട്സ് ആൻഡ് കണക്ഷൻസ് കാണുമല്ലോ. എങ്കിലും ബാംഗ്ലൂർ പഠിക്കാൻ വന്ന ആൾക്ക് ഇത്രയും കണക്ഷൻസ് ഒക്കെ ഉണ്ടാകുമോ എന്നെനിക്ക് തോന്നി. ഇടയ്ക്ക് ഞാൻ അതിനെപ്പറ്റി ചോദിച്ചപ്പോൾ ആള് ഒഴിഞ്ഞു മാറി. ഞാനും ആളെ കൂടുതൽ നിർബന്ധിക്കാൻ പോയില്ല. അങ്ങനെ ഇരിക്കും ഒരു ദിവസം ഞങ്ങൾ ഷോപ്പിംഗ് ചെയ്യുന്ന ടൈമിൽ ഒരു കോൾ ചേച്ചിക്ക് വന്നു. ഓൾ അരമണിക്കൂരെത്താം എന്ന് മാത്രം പറഞ്ഞു. കോൾ വെച്ച് എന്നോടൊരു ഓട്ടോ പിടിച്ച് ഹോസ്റ്റലിൽ പൊക്കോളാൻ എന്നിട്ട് പറഞ്ഞ ആൾ ഷോപ്പിംഗ് അവസാനിപ്പിച്ച് പോയി. എനിക്ക് ആ സമയം എന്തോ ചുറ്റിക്കളയേണ്ടെന്ന് മനസ്സിലായി. ഞാൻ ആളെങ്ങോട്ടാണ് പോകുന്നത് എന്നറിയാൻ ഞാൻ പുറകെ പോയി.
ബസ് സ്റ്റാൻഡ് അടുത്ത വണ്ടി വെച്ച് ഒരു ബെൻസ് കാറിൽ കയറി പോകുന്നത് എന്നാണ് ഞാൻ കണ്ടത്. അതിന് പിന്തുടർന്ന് ചെന്നപ്പോൾ ഒരു ഫ്ലാറ്റിലേക്ക് കയറി പോകുന്നതാണ് കണ്ടത്. സെക്യൂരിറ്റി ഉള്ളതുകൊണ്ട് എനിക്ക് ആകാത്ത കയറാൻ പറ്റിയില്ല. വൈകിട്ട് 7 മണിയോടാണ് ഞാൻ അവിടെ എത്തിയത്. 1 മണിക്കൂർ ഞാൻ അടുത്തുള്ള കഫേയിൽ വെയിറ്റ് ചെയ്തു. പുറത്ത് വരുന്നത് ഞാൻ കണ്ടില്ല. 8:30 ആകുമ്പോൾ എൻ്റെ ഹോസ്റ്റൽ ക്ലോസ് ചെയ്യും. റൂമിൽ കാണാമെന്നുണ്ട് കൂട്ടുകാരിൽ വിളിച്ചു. അവരോട് ഞാൻ വരാം എന്ന് പറഞ്ഞു ഫോൺ വെച്ച. വീണ്ടും നീതി ചേച്ചി എപ്പോൾ പുറത്തു വരുന്നു നോക്കി ഞാൻ ആ കഫേന്ന്. മനസ്സിൽ ഒരുപാട് ചിന്തകൾ ഓടിയെത്തി. ആരാണ് ചേച്ചിയുടെ കൂടെയുള്ളത്? നിങ്ങൾ ഈ ചാനലിലോട്ട് ആദ്യമായിട്ടാണ് വരുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇത്തരം പുതുപുത്തൻ വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കാനായി വേഗം തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. സമയം ഇത്ര ആയിട്ടോ? ചേച്ചി എന്താ ചേച്ചിയുടെ ഫ്ലാറ്റിൽ പോവാതെ ഇവിടെ നിൽക്കുന്നത്? സമയം അങ്ങനെ പോയി. അവസാനം എൻ്റെ കൂട്ടുകാരികൾ എന്നെ വിളിച്ചു. ഇനി ഹോസ്റ്റലിൽ കയറണ്ട, വാർഡനിൻ്റെ അടുത്തെന്തെങ്കിലും കള്ളം പറഞ്ഞു നിന്നോളം എന്ന് പറഞ്ഞു. സമയം 10 ആയി. എനിക്ക് സത്യത്തിൽ എന്ത് നല്ല പേടിയായി തുടങ്ങി. കഫേയും ക്ലോസ് ചെയ്യാൻ ടൈമായിട്ടാണ് ഞാൻ അവസാനം നീതു ചേച്ചിയെ കണ്ടിന്യൂ വിളിച്ച കോൾ എടുത്ത്. ഞാൻ ആ ഫ്ലാറ്റിൻ്റെ അടുത്ത് നിന്ന് കുറച്ച് മാറിയുള്ള ജംഗ്ഷനിൽ നിന്ന് ചേച്ചിയെ വിളിച്ച് അങ്ങോട്ട് വരാൻ ആവശ്യപ്പെട്ട്. 1/2 മണിക്കൂർ കഴിഞ്ഞു. ചേച്ചി 2 വീലറിൽ അങ്ങോട്ട് വന്നു. എന്ത് പറ്റി ഈ സമയത്ത്? നീ എങ്ങനാ ഇവിടെ? ഹോസ്റ്റലിൽ കയറിയില്ലേ? അതൊക്കെ പിന്നെ പറയാം. ചേച്ചിയുടെ ഫ്ലാറ്റിൽ എനിക്കിന്ന് താമസിക്കാൻ പറ്റുമോ? അതിനെന്താ വായ്? നീതു ചേച്ചി എന്നെ ആളുടെ ഫ്ലാറ്റിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അവിടെ ചെന്നപ്പോ കൂടെ 2 കൂട്ടുകാരികളുണ്ട്. അവരാണേൽ അവിടെ ഇരുന്ന് സ്മോക്കിംഗ്. എൻ്റെ മുഖം ആകെ അസ്വസ്ഥമാകുന്നത് ചേച്ചി ശ്രദ്ധിച്ചു. നീ കാര്യമാകേണ്ട എൻ്റെ റൂമിലോടുവായോ? ഒന്ന് കുളിച്ചിട്ട്. ഞാൻ ചേച്ചിയുടെ ഡ്രസ്സും എടുത്ത് ഇട്ടു. ഞാൻ അവിടെ നിന്നായിരുന്നു ഫുഡ് കഴിച്ചു, റൂമിൽ തന്നെ ഇരുന്ന്. ചേച്ചിയും കുളിച്ചിട്ട് വന്ന എൻ്റെ അടുത്തിരുന്ന്. എന്ത് പറ്റി? നീ എന്താ ഈ ആലോചിക്കുന്ന? നീ എങ്ങനാ ഈ രാത്രി അവിടെ വന്ന് സ്റ്റക്കായത്? ഞാൻ നീതു ചേച്ചി നോക്കിയിട്ട് ചോദിച്ചു. സത്യം പറ ചേച്ചി, എൻ്റെ അടുത്ത് നിന്ന് എന്തേലും മറക്കുന്നുണ്ടോ? ഞാൻ നിന്നോട് എന്ത് മറച്ചു വെക്കാനാണ്? ആണോ? എങ്കിൽ പറ. ഇന്ന് ചേച്ചി ആരുടെ കാറിലാണ് കയറിപ്പോയത്? കാറിലോ? ആ കാറിൽ ചേച്ചി ഒഴിഞ്ഞു മാറേണ്ട, ഞാൻ ചേച്ചിയുടെ പിന്നാലെ ഉണ്ടായിരുന്നു. ചേച്ചി ആ ഫ്ലാറ്റ് കയറിപ്പോയിട്ട് ഞാൻ വിളിച്ച 1/2 മണിക്കൂർ കഴിഞ്ഞ് അങ്ങോട്ട് വന്നത്. ആ ടൈം വരെ ഈ അവിടെ ആയിരുന്നു. അഭിരാമി. ഒട്ടും പ്രതീക്ഷിക്കാത്ത നേരത്തെ നീതുവിന്റെ കൈ അഭിരാമിയുടെ കരണത്ത് പതിഞ്ഞു. നീ ആരുടെ എന്നെ ഫോളോ ചെയ്ത് വരാം? മേലാൽ എന്നെ എന്തേലും കാര്യത്തിൽ നീ ഇടപെടാൻ വന്നാ? ഞാൻ ഇഷ്ടം കൊള്ള അടുപട പണിയിട്ടുണ്ട്. നമ്മളെ ചോദിക്കാൻ നീ ആരാ? കുറച്ച് അടുപ്പം കാണിച്ചോന്നരുതി എന്നെ ചോദ്യം ചെയ്യാൻ വരണ്ട്. അഭിരാമി ശരിക്കും പേടിച്ചുപോയി. ഇതുവരെ കനത്ത ഒരു മുഖമായിരുന്നു നീതു. അപ്പോൾ സോറി. പിന്നെ ഒന്നും മിണ്ടാതെ ഞാൻ കട്ടിലിൽ കയറി കിടന്നു. കരഞ്ഞെപ്പോഴോ ഉറങ്ങിപ്പോയി. വെളുപ്പിനെ 4 മണി. ഉറക്കം വിട്ടു നോക്കിയപ്പോൾ റൂമിൽ ലൈറ്റുണ്ട്. നീതു ചേച്ചി റെക്കോർഡ് ബുക്ക് എഴുതുവാണ്. ഞാൻ ഒന്നും മിണ്ടാതെ വാഷ്റൂമിൽ പോയി തിരിച്ചു വന്ന് കിടന്നു. കുറച്ച് കഴിഞ്ഞു നീതു ചേച്ചി എൻ്റെ അടുത്ത് വന്ന് വിളിച്ചു. എടാ, നിനക്ക് ഞാൻ അടിച്ചത് വേദനിച്ചോ? സോറി, അപ്പോളൊരു മാനസികാവസ്ഥയിൽ പറ്റിപ്പോയത് വിട്ടുകളെ. ചക്കരിയില്ലായിരുന്നോ? സോറിഡാ, പെട്ടെന്ന് നീ എന്നെ ഫോളോ ചെയ്താ വന്നെന്ന് കേട്ടപ്പോൾ. നീ അവിടെ എന്നെ വെയിറ്റ് ചെയ്ത് നിന്ന ടൈമിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടായി എന്ത് ചെയ്യോ? ഈ രാത്രി വരെ എന്നെ കാത്തു നിൽക്കേണ്ട ആവശ്യം തന്നെ? അത് ചേച്ചി, ഇതിനു മുമ്പും ഞാൻ ചേച്ചിയെ പല ആളുടെ കൂട്ടത്തിൽ യാത്ര ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. ഒരു സംശയം വെച്ച് ഞാൻ വന്നതാ. നീ ഉറങ്ങാൻ നോക്ക്, കൂടുതൽ വരിച്ച കാര്യങ്ങൾ ആലോചിക്കണ്ട്. ഞാൻ വീണ്ടും കിടന്ന് ചേച്ചി റെക്കോർഡ് എഴുതാനിരുന്നു. കുറച്ച് കഴിഞ്ഞ് ഞാൻ വീണ്ടും അടുത്ത് പോയി ഇരുന്ന്. അപ്പോൾ ഞാൻ ചേച്ചിയുടെ കഴുത്തിലെ ചെറിയ ചെറിയ പാഡ് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട് അതെൻ്റെ സംശയങ്ങൾ കൂടുതൽ ഉറപ്പിച്ചു. ഞാൻ ചേച്ചിയുടെ മുഖത്തടിച്ചിട്ട് ഞാൻ പറഞ്ഞു, ഞാൻ അത്ര പൊട്ടിയൊന്നല്ല ചേച്ചി, ഇന്നലെ എന്തിനു പോയതാണെന്ന് ചേച്ചിയുടെ ശരീരത്തിലെ ഈ പാഡ് പറയുന്നുണ്ട്. ജരുന്നു ചേച്ചി പെട്ടെന്ന് മുടികൊണ്ട് ആ പാടുകൾ മറച്ചു. ചേച്ചി, ഞാൻ നിനക്കല്ല എൻ്റെ സ്വന്തം ചേച്ചിയെ പോലെയാണ് കണ്ടിട്ടുള്ളത്. എന്നിട്ട് ചേച്ചിക്ക് ഇങ്ങനൊരു മുഖമുണ്ടെന്നറിഞ്ഞതിൽ എനിക്ക് പുച്ഛം തോന്നുന്നു. മതി, ഇനി ചേച്ചിയായ ഒരു ഫ്രണ്ട്ഷിപ്പും എനിക്കില്ല. അഭിരാമി റൂമിൽ നിന്ന് അവളുടെ ബാഗ് എടുത്തു പോകാനായി നടന്നതും നീതു അവളെ പിടിച്ചു നിർത്തി. എനിക്ക് പറയാനുള്ളവോട് കേട്ടുപോയാൽ മതി നീ. വേണ്ട, ഇനി ചേച്ചിയുടെ ഒരു കാര്യവും കേൾക്കണ്ട. എങ്കിൽ പോയി എല്ലാരോടും പറഞ്ഞു നടക്ക ഈ നീതു പിഴയാണെന്ന്. ഇല്ല ചേച്ചി, ഈ കോളേജിൽ എന്നെ ചേർത്ത് നിർത്തിയ ഒരാള് ചേച്ചിയാണ്. സോ ആ ചെറ്റത്തരം ഞാൻ കാണിക്കില്ല.
പക്ഷെ എന്തിന്റെ പേരിലാണേലും ഈ സ്വഭാവം എനിക്ക് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. നീതു ഓടി വന്നു അഭിരാമിയെ കെട്ടിപ്പിടിച്ച് കരയാൻ തുടങ്ങി. ആ കരച്ചിലിൽ അഭിരാമിക്ക് നീതുവിനോടുണ്ടായിരുന്ന ദേഷ്യത്തിൽ കുറച്ച് അയവ് വന്നു. അഭി പ്ലീസ്, ഈ കാരണം കൊണ്ട് നീ എന്നെ തെല്ലി പറയരുത്. അതെനിക്ക് സഹിക്കാൻ പറ്റൂല. ഇത്രയും കാലം നീ എന്റെ കൂടെ നടന്നിട്ട് നിന്നെ ഞാൻ ഈ കാര്യം അറിച്ചോ? അല്ലേ നിന്നോട് ചെയ്യാൻ പറഞ്ഞോ? ഒന്നുമില്ല. സോ ഇതെന്റെ ലൈഫാണ്. അത് ഞാൻ തീരുമാനിക്കും. നീ അനുഭവിച്ച കഷ്ടപ്പാട് തന്നെയാണ് ഞാനും അനുഭവിച്ചത് കുട്ടിക്കാലത്ത്. അതുകൊണ്ട് തന്നെയാണ് ഒരു ചേച്ചിയായി നിന്ന് നിനക്ക് ഞാൻ എല്ലാം ഇവിടെ ചെയ്തു തന്നത്. ഇനിയും അങ്ങനെ തന്നെയാവും. ഈ കാരണം കൊണ്ട് എന്നെ നീ വെറുക്കരുത്. ഞാൻ എല്ലാം നിർത്തും. ഇപ്പോഴല്ല. ഈ പഠനമെല്ലാം കഴിഞ്ഞ് പുറം നാട്ടിൽ പോയി ആഗ്രഹിച്ചതുപോലെ എല്ലാം നേടിയതിനു ശേഷം അതുവരെ എനിക്ക് ഇത് തൊന്നും നീ എന്നോട് ചോദിക്കരുത്. നീതുവിന്റെ ഈ ഏറ്റുപറച്ചിന് മുന്നിൽ ഒന്നും തിരിച്ചു പറയാത്ത അഭിരാമി മൗനമായി നിന്നു. അഭിരാമി ഒന്നും മിണ്ടാതെ നേരെ കട്ടിലിൽ പോയി കിടന്നു. നീതുവിനും എന്തോ വലിയൊരു ഭാരം ഒഴിഞ്ഞതുപോലെ ഒരു ഫീലായിരുന്നു. ഇത്രയും നാൾ അവൾ മനസ്സിൽ ആരോടും പറയാതെ വെച്ച രഹസ്യം ഒരു മഴ പെയ്തു തോർന്ന പോലെ അവൾ മനസ്സിൽ നിന്ന് ഇറക്കി വെച്ച്. പിന്നീടുള്ള ദിവസങ്ങളിൽ അഭിരാമിയും നീതുവും അധികം സംസാരിക്കാൻ നിന്നില്ല. അഭിയുടെ മനസ്സിൽ നീതു പറഞ്ഞ കാര്യങ്ങൾ തളം കെട്ടിക്കിടന്നു പെയ്യെ. അവൾ ആ കാര്യങ്ങൾ മനഃപൂർവ്വം മറന്നു. കാരണം അവൾക്ക് ഈ ബാംഗ്ലൂർ ആകെയുള്ള കൂട്ട് നീതുവാണ്. പിന്നെ ഒരു ഫ്രണ്ട്ഷിപ്പിനപ്പുറം ചേച്ചിയോട് ആത്മബന്ധമുണ്ടായി. ശരിയാണ്, ആർക്ക് ഇഷ്ടമുള്ളത് ആൾ ചെയ്യുന്നു. അതുകൊണ്ട് തനിക്കിതുവരെ ഒരു രീതിയിലും പ്രശ്നങ്ങളോ വന്നിട്ടില്ല. അതുകൊണ്ട് നീതു ചേച്ചിയെ മാറ്റി നിർത്തേണ്ട എന്ന് അവൾ തീരുമാനിച്ചു. അന്നത്തെ ആ സംഭവത്തിന് ശേഷം എല്ലാം വീണ്ടും പഴയതുപോലെ. ഏകദേശം ഒരു മാസം കഴിഞ്ഞു. ലീവായിട്ട് നിങ്ങൾ രണ്ടുപേരും കൂടെ നാട്ടിൽ പോവുകയാണ്. ട്രെയിൻ യാത്രയ്ക്കിടയിൽ ഒരു കോൾ വന്നു. നീതുവിന് അപ്പുറത്ത് എന്താണ് സംസാരിക്കുന്നത് എന്നത് വ്യക്തമല്ല. പക്ഷേ ചേച്ചിയുടെ ഉത്തരം കേട്ടാൽ തന്നെ അപ്പുറത്ത് എന്താണ് സംസാരം എന്ന് മനസ്സിലാക്കാൻ പറ്റും. ഹലോ, അയ്യോ, ഞാൻ നാട്ടിലോട്ട് പോകേണ്ടിരിക്കുകയാണല്ലോ. എന്താ കണ്ടീഷൻ? ക്ലയന്റ് എങ്ങനെ ഉള്ള ടീമാണ്? ഞാൻ നോക്കിയത് ഇപ്പൊ വിളിക കേട്ടോ. ഗാൾ കട്ട് ആയ ഉടനെ തന്നെ അഭിരാമി കാര്യം തിരക്കി. ആരാ ചേച്ചി? അത് ബോസ് ആണ്. ചെറിയ ഒരു ആവശ്യം. അഭി സൂക്ഷിച്ചു ഒന്ന് നോക്കി. പക്ഷേ ഒന്നും മിണ്ടിയില്ല. അഭിയുടെ നോട്ടത്തിന്റെ അർത്ഥം പിടികിട്ടിയ നീതു ഒരു വഷളൻ ചിരി മാത്രം നൽകി. നീതു മൊബൈലിൽ തിരിച്ചു പോകാനുള്ള ട്രെയിൻ നോക്കുക എന്ന് മനസ്സിലാക്കിയ അഭി മൊബൈൽ പിടിച്ചു വാങ്ങി. ചേച്ചി പ്ലീസ് വേണ്ട. നമ്മൾ കുറേ നാളിന് ശേഷം നാട്ടിൽ പോകുന്നത്. അതിൻ്റെ ഇടയിൽ ഇനി ഇത് വേണ്ട. എടീ, നല്ലൊരു ടീമാണ്. ഒറ്റ ദിവസത്തെ കാര്യമേ ഉള്ളൂ ലീവ്. എന്തായാലും 10 വീക്ക് ഉണ്ടല്ലോ. ഇത് കഴിഞ്ഞിട്ട് ആണേലും വരാമല്ലോ. കമ്മ്യൂണിയൻ ചേച്ചി എന്നോട് സ്നേഹം ഉണ്ടല്ലേ ഈ യാത്രയിൽ വെച്ചാ. ഇനി തിരിച്ചു പോകല്ലേ. 3 hours കൂടി കഴിഞ്ഞാൽ കേരള ആകും ഇവിടെ ചേച്ചി. ആ പഴയ നീതു ആകണം. ബാംഗ്ലൂർ ചേച്ചി എന്ത് വേണേലും കാണിച്ചോ, ഞാൻ ചോദ്യം ചെയ്യാൻ വരില്ല. നീതു കുറച്ചു നേരം മിണ്ടാതെ ഇരുന്നേടിന്നു. വീണ്ടും നീതുവിന്റെ മൊബൈൽ റിംഗ് ചെയ്യാൻ തുടങ്ങി. അത് നീതുവിനെ നേരത്തെ വിളിച്ച ബോസാണ്. രണ്ടുപേരും തമ്മിലൊന്ന് നോക്കി. നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ ലൈക്ക് ചെയ്ത് കാണൂ. നിങ്ങൾ ചെയ്യുന്ന ഓരോ ലൈക്കും കമൻ്റാണ് ഇത്തരം പുതിയ വീഡിയോസ് നിങ്ങളെ പരിചയപ്പെടുത്തുവാൻ എനിക്ക് പ്രചോദനമാകുന്നത്. അഭിയുടെ മനസ്സിൽ നീതു തന്റെ വാക്ക് കേൾക്കാതെ തിരിച്ചു പോകുമോ എന്ന ചിന്തയിൽ നീതുവിനെ തന്നെ നോക്കി. നീതു കോൾ എടുത്തു. ഹലോ, സോറി സർ, കേരളടുത്ത് ബെറ്റർ ലക്ക് നെക്സ്റ്റ് ടൈം. ഞാൻ വന്നിട്ട് കാണാം. അത് കേട്ടപ്പോൾ അബിക്ക് ഒരുപാട് സന്തോഷമായി. തന്റെ വാക്ക് കേട്ടതിൽ അവൾക്ക് ചേച്ചിയോട് വല്ലാത്ത സ്നേഹം തോന്നി. കോൾ കട്ട് ചെയ്ത ഉടനെ അബി നീതുവിനെ കെട്ടിപ്പിടിച്ചു. താങ്ക്സ് ചേച്ചി. ഹാപ്പി ആയില്ലേ? ഒരുപാട്. ആ സന്തോഷത്തിൽ പുറത്തെ കാഴ്ചകൾ കണ്ടു ഇങ്ങനെ ഇരുന്നു. പെട്ട അബിയുടെ മനസ്സിലൊരു ചിന്ത വന്നു. ചേച്ചി, എന്താടാ? ഞാൻ കാരണം ഇന്ന് ചേച്ചിക്ക് എത്ര രൂപയുടെ നഷ്ടം വന്നു? ആ ചോദ്യം സത്യം പറഞ്ഞാൽ അബിയുടെ അടുത്ത് നിന്ന് നീതു ഒട്ടും എക്സ്പെക്ട് ചെയ്തതല്ലായിരുന്നു. നീതുവിൻ്റെ മുഖത്ത് അത് കാണുകയും ചെയ്തു. സോറി, ചോദിച്ചത് ഇഷ്ടമായില്ല എങ്കിൽ വിട്ടേ.
ഹേ, അതിനേക്കാൾ വെളുത്ത് എനിക്ക് നീ തന്നെ അല്ലേ? ഒരു ക്ലയന്റ് പോയാൽ വേറെ വരും. ആ ഉത്തരം അബീക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ടു. ഹേ, ഞാൻ ചോദിച്ചെന്നേ ഉള്ളു ചേച്ചി. അടുത്ത ട്രെയിൻ കയറി തിരിച്ചു പോവാന്നെ കൊണ്ട് ചോദിച്ചതാ. തീർച്ചയായും കണ്ടിരിക്കേണ്ട 5 തുണ്ട് പടങ്ങളെപ്പറ്റി ഞാൻ ഈ ചാനലിൽ പറയുന്നുണ്ട്. ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്തിരിക്കുന്ന വീഡിയോസ് ചെക്ക് ചെയ്യാമെങ്കിൽ അത്തരം പടങ്ങൾ നിങ്ങൾക്ക് കാണാവുന്നതാണ്. അതുമാത്രമല്ല, ഒരു ചെലവുമില്ലാതെ നിങ്ങൾക്ക് ഈ സിനിമകൾ എങ്ങനെ കാണുവാൻ സാധിക്കും എന്നുകൂടി ഞാൻ അതിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ആ വീഡിയോസ് കൂടി നിങ്ങൾ ചെക്കൗട്ട് ചെയ്യൂ. ഓ അങ്ങനെ. എന്താ എത്രയെന്നറിഞ്ഞീ തരുവോ ആ ഫണ്ട്? ഞാൻ ജോലിയൊക്കെ കിട്ടി വലിയ നിലയിൽ എത്തട്ടെ ഇപ്പോ. എന്റെ കയ്യിൽ ഇത് ഈ ഇരിക്കുന്ന 500 രൂപ മാത്രമേ ഉള്ളൂ. രണ്ടുപേരും ചിരിച്ചു. പറ ചേച്ചി, ഏകദേശം ഒരു കണക്ക് വെറുതെ അറിഞ്ഞിരിക്കാം. ഡിപ്പെൻസ് ഓൺ കസ്റ്റമർ. എങ്കിലും കുറഞ്ഞത് 30-50 മുതൽ മോഡലേറ്റ്. അത് കേട്ട് അഭിരാമിയുടെ കണ്ണ് തെല്ലി. ഭ്രാന്താണോ ഇവർക്കൊക്കെ? ക്യാഷിന് ഒരു വിലയില്ലേ ഇവർക്ക്? ഭ്രാന്ത് തന്നെയാണ്. അവർക്ക് കാമഭ്രാന്ത്. ആ ഭ്രാന്തിനെ ചികിത്സിക്കുന്നതാണ് ഞങ്ങളുടെ ജോലി. ക്യാഷിന്റെ വില അറിയില്ല. അല്ലാതെ എന്തു പറയാനാ? ഹഹഹ, എന്റെ എല്ലാം VIP കസ്റ്റമറാണ്. അല്ലാതെ ലോക്കൽ സെറ്റപ്പ് 2000-3000 പോകുന്ന ടീമല്ല. നീ അത് വീട്. നമുക്ക് വേറെ വല്ലോ സംസാരിക്കാം. അങ്ങനെ മണിക്കൂറുകൾ കടന്നുപോയി. നീതുവിന് സ്ഥലമെത്തി, തൃശൂർ. വീട്ടിൽ ചെന്നിട്ട് വിളിക്കാമെന്ന് പറഞ്ഞു യാത്ര പറഞ്ഞിറങ്ങി. അബ്രാമിക്ക് കോട്ടയം വരെ എത്തണമായിരുന്നു. അങ്ങനെ ദിവസങ്ങൾ മുന്നോട്ടു പോയി. ലീവ് കഴിഞ്ഞ് തിരിച്ചു പോകാൻ നേരം സബ്മിറ്റ് ചെയ്യേണ്ട പ്രോജക്റ്റും സെമിനാർ ടോപ്പിക്കൊക്കെ പ്രിപ്പയർ ചെയ്യാനായി നീതുവിന്റെ പഴയ ലാപ്ടോപ്പ് അബി വാങ്ങി വന്നിട്ട് ഉണ്ടായിരുന്നു. ഡെയിലി സമയം പോലെ അമ്മയെ സഹായിച്ച കഴിഞ്ഞു അവള് പ്രോജക്റ്റിന് വേണ്ട ചെയ്യുമായിരുന്നു. ഒരു ദിവസം രാത്രി അവള് ചെയ്തു വെച്ച പ്രോജക്റ്റ് ഫയൽ ഒരെണ്ണം മിസ്സായിട്ട് ആ ലാപ്പിലെ ഫയൽ മുഴുവൻ തപ്പാൻ തുടങ്ങി. അങ്ങനെ തപ്പി പോയപ്പോ തന്റെ കോളേജിന്റെ പേരിൽ ഒരു ഫയൽ കണ്ടു. ഇനി അബദ്ധവശാൽ ഫയൽ ഇതിൽ മാറി സേവയ്ക്ക് കാണുമോ എന്ന് നോക്കാൻ ആ ഫയൽ ഓപ്പൺ ചെയ്തു. അതിൽ കുറേ ഡോക്യുമെന്റ്സും പിന്നെ കുറേ വീഡിയോയും. ഞാൻ അതിൽ ഒരെണ്ണം ഓപ്പൺ ചെയ്തു. ഏകദേശം 130 മണിക്കൂറുള്ള വീഡിയോ ആണ്. ഫുൾ ബ്ലാക്ക് ഔട്ട് ആണ്. ഞാൻ കുറച്ച് നീക്കി നോക്കി. ആ വീഡിയോ കണ്ടു അഭി ഞെട്ടിപ്പോയി. ഈ കഥയുടെ 2ാം ഭാഗം വേണം എന്നുള്ളവർ കമന്റ് ചെയ്യൂ. ഞാൻ തീർച്ചയായും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തേക്ക് ബൈ ബൈ.